ഓ ഇംഗ്ലണ്ട് ബാസ് ബോൾ കളിക്കൂ, കാണാൻ കൊതിയാകാമേ. ഞാൻ പറഞ്ഞാലോ, ഇത് മുഹമ്മദ് സിറാജ് ഇന്നലെ ജോ റൂട്ടിനോട് പറഞ്ഞതാണ്. കാരണം ഇംഗ്ലണ്ട് ബാസ് ബോൾ ഏറെ തുടങ്ങിയതിന് ശേഷം, ബാസ് ബോൾ ഏറെ തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൻ സ്റ്റോക്സ് ക്യാപ്റ്റൻ ആയതിനു ശേഷവും നമ്മുടെ ബ്രണ്ടൻ മക്കല്ലം അവരുടെ കോച്ചായി വന്നതിന് ശേഷവുമാണ് ഈ ബാസ് ബോൾ, അതായത് ടെസ്റ്റ് 2020 പോലെ കളിക്കുക. വെറുതെ ഈ മുട്ടി സമയങ്ങളെ പരിപാടിയൊന്നുമില്ല. ഒരു ദിവസം തന്നെ 4.5, 5.5 വരെ റൺ റേറ്റിലാണ് സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ചേസ് ചെയ്യുന്നതാണെങ്കിലും ഡ്രോയ്ക്കൊന്നും ശ്രമിക്കാതെ ജയിക്കാൻ ശ്രമിക്കുക. അതിപ്പോൾ ടാർഗറ്റ് 500 ആണെങ്കിലും 600 ആണെങ്കിലും. പിന്നെ ഇംഗ്ലണ്ടിൻ്റെ പല ബാറ്റ്സ്മാൻമാരും പറയുന്നുണ്ട്, ഞങ്ങൾ ഏത് സ്കോറും ചേസ് ചെയ്യും, ഞങ്ങൾ ഏത് വിക്കറ്റിലാണെങ്കിലും ബാസ് ബോൾ തന്നെയായിരിക്കും എന്നൊക്കെയുള്ള വീരവാദം ഉണ്ടല്ലോ. പക്ഷെ ഇന്നലെ ലോഡ്സിൽ അതൊന്നും കാണാനില്ലായിരുന്നു. ഒരേ മുട്ടായി അങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് മുഹമ്മദ് സിറാജ് പോയിട്ട് പറയുന്നത് സംഭവം സത്യം തന്നെയാണ്. ഇന്നലെ ഇംഗ്ലണ്ട് ആദ്യത്തെ 100 റൺസ് എടുത്തിരിക്കുന്നത് 35.4 ഓവറിലാണ്. അതായത് ഈ ബാസ് ബോൾ ഏറെ തുടങ്ങിയതിന് ശേഷം രണ്ടാമത്തെ ഏറ്റവും സ്ലോവസ്റ്റ് ആയിട്ട് അവർ 100 റൺസ് എടുത്തതാണ്. അത് ഇതിന് മുമ്പും ഇന്ത്യയോട് തന്നെയാണ്. അത് പക്ഷേ ഇന്ത്യയിലാണ്. ഇന്ത്യൻ സ്പിൻ വിക്കറ്റിൽ ചില സമയത്ത് സ്പിൻ കുരുക്കിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ അവർ മോചനമില്ലല്ലോ. അത് 37.2 ഓവറാണ്. അതാണ് ഈ ബാസ് ബോൾ തുടങ്ങിയ ശേഷം ഏറ്റവും സ്ലോ ആയിട്ട് ഇംഗ്ലണ്ട് 100 റൺസ് എത്തിയിരിക്കുന്നത്. പിന്നെ ഇന്നലെ അവർ കളി അവസാനിക്കുമ്പോൾ 254 എന്ന നിലയിലാണ് 83 ഓവറിൽ. അതായത് റൺ റേറ്റ് വെറും 3.02 മാത്രമേ ഉള്ളൂ. ഇത് ഇംഗ്ലണ്ടിൻ്റെ സ്കോർ കാർഡ് തന്നെയാണോ നമ്മൾ വിചാരിക്കും. 4.5 താഴോട്ടൊന്നും ഇംഗ്ലണ്ടിൻ്റെ റൺ റേറ്റ് അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. പക്ഷേ നമ്മൾ കളിയാക്കൊന്നും വേണ്ട, ഒരു പിക്കപ്പായി വരികയാണ്. ക്രീസിലുള്ളത് ജോ റൂട്ടും ബെൻ സ്റ്റോക്സുമാണ്. ഇനി ഇറങ്ങാൻ പോകുന്നത് ഇംഗ്ലണ്ടിൻ്റെ ഏറ്റവും ഫോമിലുള്ള ജാമി സ്മിത്താണ്. അദ്ദേഹം പിന്നെ ബാസ് ബോളിൻ്റെ ആശാനാണ്. അതുകൊണ്ട് ഇന്ന് അവർ ഇത് തിരിക്കുമെന്നൊന്നും പറയാൻ കഴിയുന്നില്ല. എന്തായാലും ആദ്യത്തെ ദിവസത്തെ പ്രകടനം വെച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ഇംഗ്ലണ്ടിനെ കളിയാക്കുന്നത്. ബാസ് ബോൾ ഒന്ന് കളിക്കൂ, ഞങ്ങൾക്ക് കാണാൻ കൊതിയാവുക.